ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയോടൊപ്പം കിട്ടുന്ന പച്ചടിയില്ലേ, പൈനാപ്പിൾ പച്ചടി, അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 3-4 പീസ് പൈനാപ്പിൾ എടുത്തിട്ട് ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് കടുക് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാൻ 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള വെള്ളവും അല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കട്ടിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്ത് ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും വേവിച്ച് വെച്ച പൈനാപ്പിൾ 3-4 കഷ്ണം കൂടി ചേർത്തിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ജീരകപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കടുക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സദ്യയോടൊപ്പം മാത്രമല്ല, മധുരക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് ചോറിനോടൊപ്പം എപ്പോഴും തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.